സ്വരം നന്നായിരുന്നപ്പോൾ പാട്ട് നിർത്തി. രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ ജയൻ. ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ ബിജെപിയിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിച്ചില്ലെന്നും പ്രിയ ജയൻ ആരോപിച്ചു. അല്ല, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ ബിസിനസ് രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ കൈപ്പേറിയ അനുഭവങ്ങൾ പാർട്ടിക്കകത്തുനിന്നുണ്ടായതാണോ? ഒരു നഗരസഭാ ചെയർപേഴ്സണായിട്ട് ഞാൻ ലാസ്റ്റ് 5 വർഷമായിട്ടും അതിൽ 3 വർഷമാണ് ഒരു ചെയർമാനായിട്ട് ഇരുന്നത്. അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാമാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം ക്ലിയർ ആണ്. നഗരസഭാ കൗൺസിൽ നടന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാർ ഇറങ്ങിപ്പോയി. വിഷയാധിഷ്ഠിതമായാണ് പിന്തുണ ലഭിച്ചത്. നേരിട്ട് കാര്യങ്ങൾ ബിജെപി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും പ്രിയ പറഞ്ഞു. ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാനുള്ളതിൽ ഒരു കാരണം നേരിട്ട അനുഭവങ്ങൾ. പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പരാതികളിൽ എല്ലാം തന്നെ അതിലൊരു വ്യക്തത വരുത്തി തരണം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കി തരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ നേരിട്ട കാര്യങ്ങൾ സംഘടനയെ അറിയിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി റീസൺ അത് തന്നെയാണ്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാരണം കൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നത്. ചെയർപേഴ്സൺ സ്ഥാനം നിലനിർത്തി പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഭാഗികമായി ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു. പാർട്ടി വിടുന്നതിന് വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അടുത്ത വീട്ടിലേക്ക് പോവുകയല്ലല്ലോ ചെയ്യുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് അല്ലല്ലോ പോവുക. അത്തരം കണ്ണ് നിറഞ്ഞ് കണ്ടു എന്നുള്ളത് പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല. അഴിമതിക്കാരിയാണെന്ന പ്രചരണം നടന്നുവെന്നും എന്നാൽ 1 രൂപയുടെ അഴിമതി പോലും നടത്തിയിട്ടില്ലെന്നും പ്രിയ വ്യക്തമാക്കി. പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും, 1 രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിൽ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്തോ അത് തുടർന്നിട്ടുള്ള 2 വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മറ്റ് പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. കാരണം വാർത്തകൾ എങ്ങനെയും വളച്ചൊടിക്കാമല്ലോ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ പാർട്ടിക്കൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമുക്ക് നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഓട്ടമത്സരവും നല്ലല്ലോ എവിടെയും പോയി ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക. ഈ പറയുന്ന പോലെ സംഘടനയുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു ക്ലാരിറ്റി വരുത്താത്ത ഒരു കുറവും വന്നിട്ടുണ്ട്. നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലേഴ്സ് ഇറങ്ങി പോകുന്നുണ്ട്. ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിഷയാടിസ്ഥാനമായിട്ടാണ് പിന്തുണ ലഭിച്ച കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കോൺഗ്രസിലേക്ക് സ്വാഗതമൊക്കെ ചെയ്തിരുന്നു? ഇല്ല, അത്തരം കാര്യം തന്നെ തെറ്റാണ്. ബഹുമാനപ്പെട്ട MP എങ്ങനെയാണ് അത് അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാളിതുവരെയും മറ്റ് പാർട്ടിക്കാരും തന്നെ അത്തരം കാര്യങ്ങളുമായി ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിലൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് കയറി പോവേണ്ടതല്ലല്ലോ. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ അല്ലാതെ അത് ഒരു പാർട്ടി, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ ആദർശം അതെല്ലാം തന്നെ ഒരു വിൽപ്പന ചരക്കായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.